നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണ് തുളസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. ഒട്ടുമിക്ക ആളുകളുടെ വീട്ടിലും തന്നെ കാണപ്പെടുന്ന ഒന്നാണ് തുളസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ തുളസിയുടെ കുറച്ച് ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയാനും ഒരു തുളസി ചായ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തുളസി ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചായ കുടിക്കുന്നത് ഒന്ന് റിഫ്രഷ് ആകാനും ഒന്ന് നല്ല എനർജി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ചായ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസൈറ്റി കുറയാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നല്ല സ്ട്രെസ് റിലീഫിന് സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചായ തയ്യാറാക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ ചേരുവകൾ എന്നും എന്തൊക്കെയാണ് തുളസിയുടെ ഗുണങ്ങൾ എന്നും ഒക്കെ അറിയാനായിട്ട് വീഡിയോ കാണാം. വർഷങ്ങൾക്ക് മുൻപ് മുതൽ ആയുർവേദ ചികിത്സകൾക്കായി ഉപയോഗിച്ചിരുന്ന ഒന്നാണ് തുളസി. തുളസിയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങൾ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഹൃദ്രോഗ സാധ്യതകൾ കുറയ്ക്കുന്നതിനും തുളസി നല്ലതാണ്. തുളസി ഇലകൾ വെറുതെ ചവയ്ക്കുന്നതുവഴി പനി, തലവേദന, തൊണ്ടവേദന, ജലദോഷം, ചുമ എന്നിവ ശമിപ്പിക്കുന്നു. തുളസി ഇലകൾ ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് ആക്നെ മാറാനും വരാതിരിക്കാനും ചർമ്മസുഷിരങ്ങളിലെ അഴുക്കു മാറാനും നല്ലതാണ്. ചർമ്മം പെട്ടെന്ന് പ്രായമാകുന്നത് തടയാനും ഇത് സഹായിക്കും. തുളസിയിലയുടെ നീര് റിംഗ് വോമിനും ചർമ്മ വൈകല്യങ്ങൾക്കും ചികിത്സിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. പല്ലിനും വായ്ക്കുമൊക്കെ നല്ലതാണ് തുളസി ചായ. വായിലുള്ള കേടുവരുത്തുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനും അങ്ങനെ പല്ലുകൾ ശുദ്ധമാക്കുന്നതിനും ഇത് സഹായിക്കും. ഫ്രഷ് ആയിട്ടുള്ള ബ്രീത്ത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തുളസിയില പറിച്ചിട്ടുണ്ട്. ഒപ്പം കുറച്ച് ചേരുവകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തുളസി ചായ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ തുളസി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. തുളസി ചായ കഴിക്കുന്നത് വഴി ആസ്മ, ചുമ, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങളിൽ നിന്ന് മുക്തി നൽകും. BP കുറയ്ക്കുകയും സ്ട്രെസ് കുറയ്ക്കുകയും ആങ്സൈറ്റി കുറയ്ക്കുകയും ചെയ്യുന്നതിനൊക്കെ തുളസി ചായ മുൻപന്തിയിൽ തന്നെയാണുള്ളത്. തുളസി കൂടാതെ നമുക്ക് കുരുമുളക് വേണം. ദൈനംദിന ഭക്ഷണത്തിൽ കുരുമുളക് ഉപയോഗിക്കുന്നത് അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കും. മാത്രമല്ല ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും കുരുമുളക് സഹായിക്കും. അടുത്തതായിട്ട് വേണ്ടത് ഏലക്കയാണ്. BP കുറയാൻ ഇത് കാരണമാകും. ദഹന പ്രശ്നം മാറാനും ക്യാവിറ്റീസ് പ്രതിരോധിക്കാനും വെയിറ്റ് കുറയാനും ഒക്കെ ഏലക്ക സഹായിക്കും. ഇനി വേണ്ടത് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. മോർണിംഗ് സിക്നസ് മാറാനും വോമിറ്റിംഗ് മാറാനും ഇത് സഹായിക്കും. വേദന കുറയ്ക്കാനും നല്ലതാണ് ഇഞ്ചി. മാത്രമല്ല ബ്ലഡ് ഷുഗർ, അമിത തടി എന്നിവ കുറയ്ക്കാനും ഇഞ്ചി സഹായിക്കും. ഇനി വേണ്ടത് ചായപ്പൊടിയാണ്. ഒരു 1/4 സ്പൂൺ അളവിൽ മാത്രമാണ് നമുക്ക് ഇവിടെ ചായപ്പൊടി ആവശ്യമുള്ളത്. അവസാനമായിട്ട് 1 ഗ്ലാസ് നിറയെ വെള്ളം വേണം. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് സ്റ്റവിൽ വെച്ചിരിക്കുന്ന പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് ഏലക്കയുടെ തൊണ്ട് ചെറുതായിട്ടൊന്ന് പൊളിച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചതിന് ശേഷം ഇടുന്നതും നല്ലതാണ്. ഇനി വേണ്ടത് 6-7 കുരുമുളകാണ്. കുരുമുളകും ചതച്ചിട്ട് ഇടാവുന്നതാണ്. ഇത് തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തുളസി ഇലകൾ ഇട്ട് കൊടുക്കാം. തുളസി ഇലകൾ കുറച്ച് അധികമുള്ളതാണ് നല്ലത്. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടണം. അപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചായപ്പൊടിയാണ്. ഒരു 1/4 സ്പൂൺ അളവിൽ മാത്രം ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് തിളപ്പിക്കാം. മൂടി വെച്ച് തിളപ്പിക്കുമ്പോൾ തീ കുറച്ചിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ തീ കുറച്ചിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ട് തിളച്ച് നല്ല പാകത്തിന് ഈ ചായ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ അരിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് തുളസിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ഏലക്കയുടെയും ഒക്കെ സത്ത് നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും കുടിക്കാം. രാവിലെ 1 ഗ്ലാസ് കഴിക്കുന്നത് വളരെ റിഫ്രഷിംഗ് ആയിരിക്കാനും അതുപോലെ തന്നെ സ്ട്രെസ്സൊക്കെ കുറയാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കിതിനകത്ത് വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ടമോ ചേർക്കാവുന്നതാണ്. പഞ്ചസാര ഒഴിവാക്കുന്നതാണ് അത്യുത്തമം. ഈ ചായയിൽ ഞാൻ അല്പം കൽക്കണ്ടം പൊടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കഴിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചായയാണിത്.
ഇതിനകത്തുള്ള എല്ലാ ചേരുവകളും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനൊക്കെ സഹായിക്കുന്നവയാണ്. അപ്പോൾ നിങ്ങളും പരീക്ഷിച്ച് നോക്കുക ഇത് വീട്ടിൽ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.